ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വാക്സിനേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, നിലവിൽ ജൂൺ 9 വരെയാണ് കേരളത്തിൽ ലോക്ക്ഡൗൺ നീട്ടിയിട്ടുള്ളത്. ജൂൺ 7 മുതൽ തന്നെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. 50% വരെയുള്ള ജീവനക്കാരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം സർക്കാർ സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിയമസഭാ യോഗം ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോഗത്തിന് ശേഷം കൂടുതൽ ഇളവുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിക്കുക. TPR ഒക്കെ ഒരുപാട് കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം 5% അടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോക്ക്ഡൗണിൽ കാര്യമായിട്ടുള്ള ഇളവുകളും അതുപോലെ തന്നെ ലോക്ക്ഡൗൺ തന്നെ പിൻവലിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 3ാം തരംഗം വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ജാഗ്രതയോടെ തന്നെ ഇരിക്കുക. കൂടുതൽ ലോക്ക്ഡൗൺ ഇളവുകൾ വന്നാൽ പോലും നിങ്ങളുടെ ജാഗ്രത കൈവിടരുത്. അതായത് മാസ്ക്, അതുപോലെ തന്നെ സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക, അകലം പാലിക്കുക. ഇത്തരത്തിലുള്ള കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നിങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഈ ഒരു ഡിസംബർ മാസം വരെ, അതായത് 2021 ഡിസംബർ അവസാനം വരെ ലോക്ക്ഡൗൺ തുടരേണ്ടി വരും എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ള നിർദ്ദേശം. മറ്റൊരു വളരെ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത്, 45 വയസ്സിന് മുകളിലുള്ള കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് അവരുടെ വീടുകളിൽ ചെന്നിട്ട് വാക്സിനേഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്നുള്ളത് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ റേഷൻ കാർഡിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മഞ്ഞ, പിങ്ക്, നീല ഈ റേഷൻ കാർഡിലുള്ള ആളുകൾ അവർ ആ ഒരു കാർഡിന് അർഹരായിട്ടുള്ള ആളുകളാണോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ നിങ്ങൾ അനർഹമായിട്ട് ഈ ഒരു കാർഡുകൾ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജൂൺ 30 നിങ്ങളുടെ സപ്ലൈ ഓഫീസിൽ അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് ആ ഒരു മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മുൻഗണനേതര വിഭാഗത്തിലോട്ട് നിങ്ങളുടെ കാർഡുകൾ മാറ്റേണ്ടതുണ്ട്. ഈ ഒരു 30 വരെ ഇത്തരത്തിൽ കാർഡ് മാറ്റുന്ന ആളുകൾക്ക് യാതൊരുവിധ നിയമ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് അവർക്കെതിരെ നിയമ നടപടികളൊന്നും എടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ അനർഹമായിട്ട് ആരെങ്കിലും റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.